ഹായ് മച്ചാന്മാരെ, ഞാൻ നിങ്ങളുടെ ദീപു മച്ചാനാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ പുറത്തൊക്കെ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ടല്ലേ. നല്ല ചൂടല്ല എന്ന് വെച്ചാൽ ചെറിയ രീതിക്ക് ചൂട് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നവർക്കറിയാം നല്ല ചൂടാണ്. അപ്പോൾ ചൂട് സമയത്ത് നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക് തയ്യാറാക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകാറുള്ള ആളല്ലോ. ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റ് റൂം അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആവശ്യങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്തിരി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. 1 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്, മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടെ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് കഴുകിയെടുക്കുക. ഒരു 2-3 വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ നല്ല വെള്ളത്തിലൊക്കെ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ കിട്ടും. ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ. അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പതുക്കെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ആ മുന്തിരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുന്നുണ്ട് കണ്ടോ. അത് ഞാൻ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ എന്ന് പറയുമ്പോൾ ഒരുപാടിട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ മുന്തിരി വെന്ത് വെണ്ണീറായി പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഫ്ലെയിം ഓണാക്കുക. തിളച്ച് വരുമ്പോൾ കണ്ടോ അതിൻ്റെ കളറൊക്കെ അതിലേക്ക് ഇറങ്ങുന്നുണ്ടോ. ഇതിനകത്ത് നമ്മൾ ഒരു ആഡഡ് ഫ്ലേവറോ കളറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനം. എന്നിട്ട് പതുക്കെ അത് തണുക്കാനായിട്ട് അടച്ചു വെച്ചിട്ട് ആ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഒന്ന് കറക്കിയെടുക്കുക. കറക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടും കേട്ടോ. ആ സാധനം ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പാണ് എടുത്തേക്കുന്നത്, ജ്യൂസ് അരിക്കുന്ന അരിപ്പ. അതിലേക്ക് അരിച്ച് വെച്ചിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഒരു സാധനം ഉണ്ടാകും, നമ്മുടെ നന്നാരി സിറപ്പ്. ആ നന്നാരി സിറപ്പ് കൂടി ആ ജ്യൂസിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കുപ്പിയിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നാൽ ആ തണുത്ത് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് കണ്ടോ നല്ല ചുമല കളർ. ഇതൊന്നും കളറൊന്നും ആഡ് ചെയ്യുന്നതല്ല കേട്ടോ, നല്ല നാച്ചുറലായിട്ടൊരു സാധനം. ഇത് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ. 2-3 മാസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. വീട്ടിൽ ആര് വന്നാലും ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇന്ന് നമുക്ക് കുടിച്ചു നോക്കാം കേട്ടോ. നോക്കിയേ അതിൻ്റെ കളറ് കണ്ടോ. എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഫസ്റ്റ് സിപ്പ് തന്നെ അടിപൊളി സാധനം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.